ഹായ് ഫ്രണ്ട്സ്, ലോക്സഭാ ഇലക്ഷൻ പാഠം 4 തൃശൂർ. തൃശൂർ നൽകുന്ന പാഠം വളരെ വലുതാണ്. കേരളത്തിലെ പോളിറ്റി അല്ലെങ്കിൽ ജനഹിതം എന്ന് പറയുന്നത് ഇത്രയും കാലം ബൈപോളർ ആയിരുന്നു, രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു. ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം. ഇതാ മൂന്നാമതൊരു വാതായനം കൂടി തുറക്കപ്പെടുന്നു, BJP മുന്നണി. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ കാണുന്ന BJP അല്ല തൃശ്ശൂര് സുരേഷ് ഗോപിയിലൂടെ ഇപ്പോൾ കാണുവാൻ കഴിയുന്നത്. അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, നാനാജാതി മതസ്ഥരെ ഒരേപോലെ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ BJP മുന്നണിയാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ BJP മുന്നണി. അതിനുവേണ്ടി അദ്ദേഹം ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം കൊടുത്തു. അങ്ങനെ പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ നാനാജാതി മതസ്ഥരെ ഒന്നിപ്പിച്ച് നിർത്തുന്ന BJP ആണ് തൃശ്ശൂർ നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു BJPയെ തീർച്ചയായും കേരള സമൂഹം സ്വാഗതം ചെയ്യും. അതിൽ തെറ്റൊന്നുമില്ല. BJP ആണ് എന്ന് കരുതി മാറ്റി നിർത്തേണ്ട കാര്യവുമില്ല. പക്ഷേ നാം ഇത്രയും കാലം കണ്ട ആ ഹൈന്ദവ മേൽക്കോയ്മയുള്ള ന്യൂനപക്ഷങ്ങൾ ഭയാശങ്കയോടെ നോക്കുന്ന ആ BJP അല്ലിത്. ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിനും ഒന്നിച്ചു വസിക്കാൻ കഴിയുന്ന, ഏവരെയും ഒന്നുപോലെ കാണുന്ന BJP. അങ്ങനെ ഒരു BJP ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് സ്വാഗതാർഹം തന്നെയാണ്. അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതെ, കേന്ദ്രത്തിൽ നമ്മൾ കാണുന്ന BJPയും തൃശ്ശൂർ നമ്മൾ കണ്ട BJPയും രണ്ടും രണ്ടു തന്നെ. അങ്ങനെ ഒരു മാറ്റം BJPയിൽ ഉണ്ടാവട്ടെ. ഏവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പാർട്ടിയായി BJP മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പാഠം 4.